എന്താ ഗിരി, നല്ല വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പം നല്ല ദേഷ്യത്തില ശാലിനി. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇതെല്ലാം നീ ചെയ്തതിന്റെ കർമ്മഫലമാ. പീതാംബരം കാരണം ഇപ്പൊ മഞ്ജു നിന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അല്ലേ? മഹിമയും മഞ്ജുവും തമ്മിൽ വഴക്കിലുമായി. എനിക്കിതിനേക്കാളും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഇനി നടക്കാനില്ല. ഒരു കുടുംബം തകരുന്നത് കണ്ടിട്ട് സന്തോഷിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നീ മാത്രം. പോലീസിനോട് ഇത്രയും ശത്രുതയുള്ള നീ ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കയറ്റിയതോടെയാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. അവളുടെ അച്ഛന്റെ മരണത്തില് നിനക്ക് പങ്കുണ്ടായിരുന്നിട്ടും നീ അവളെ കല്യാണം കഴിച്ച് കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചതാണ് അടുത്ത വലിയ തെറ്റ്. മാധവന്റെ മരണത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. ഈ അടുത്ത് കുറ്റബോധം താങ്ങാൻ പറ്റാതെ മദ്യപിച്ചുകൊണ്ടിരുന്ന അച്ഛൻ എന്നോടെല്ലാം ഏറ്റു പറഞ്ഞു. അച്ഛൻ മാധവനെ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചതും മനസ്സിലാക്കാം. പക്ഷേ മാധവന്റെ മകളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര കുറ്റബോധം ഉണ്ടെങ്കിലും ആ കാണിച്ചത് എത്ര വലിയ മണ്ടത്തരാണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, നിനക്കിതൊക്കെ സംഭവിക്കണം. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്നെ തഴഞ്ഞിട്ട് പോയപ്പോ തന്നെ നീ വലിയ അബദ്ധം കാണിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിലെടുത്ത ഒരിക്കലും പശ്ചാത്തപിക്കാത്ത തീരുമാനം അത്. സംഗതി ഗോപാൽജി ഇടപെട്ട് നടത്തിയ കല്യാണമാണെങ്കിലും മഞ്ജുവിനേക്കാൾ നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മാധവൻ മരിച്ചതിന് ശേഷം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നിയമം കയ്യിലെടുത്ത് ഞാൻ ആ ബോഡി മാറ്റാൻ പാടില്ലായിരുന്നു. മഞ്ജു സ്വന്തം അച്ഛന്റെ കൊലപാതകം തെളിയിക്കാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അവൾ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അന്ന് മുതല് അവൾ എന്തെങ്കിലും സത്യം അറിയുന്നുള്ള ഉറപ്പോടെ തന്നെയാണ് ഞാൻ ജീവിച്ചത്. അവള് സത്യം കണ്ടുപിടിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോ നിന്നെ വിശ്വസിച്ച എന്റെ അച്ഛനും ജയിലിൽ പോണമായിരിക്കും. വേണ്ട. എങ്ങാനും അന്വേഷണം നടത്തി പോലീസുകാർ എന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ മാധവനെ കൊന്നത് ഞാനാണെന്ന് കുറ്റസമ്മതം നടത്തിക്കൊള്ളാം. പിന്നെ വെറുതെ ഗോപാൽജി ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നിന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെ ഒക്കെ അവസ്ഥ എന്താവും? ഒരു കൊലയാളിയുടെ കുഞ്ഞായി ഈ സമൂഹത്തിൽ വളരുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ മഞ്ജു പറയുന്നത് പോലെ എനിക്ക് ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞ് എന്നൊരു കുറ്റവാളിയായി കാണരുത്. അതുകൊണ്ട് ആ കേസിൽ എന്ത് ശിക്ഷ കിട്ടിയാലും സ്വീകരിച്ച് ജയിലിൽ പോകാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. നീ പറയുന്ന ഇത്ര വലിയ മണ്ടത്തരാന്ന് നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നീ മഞ്ജുവിന്റെ സ്വാധീനത്തിൽ വല്ലാതെ പെട്ടുപോയി ഗിരി. ഇല്ലെങ്കിൽ ഒരിക്കലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് നീ പറയില്ല. നിന്റെ അച്ഛനോട് നിയമം എങ്ങനെയാ പെരുമാറിയതെന്ന് നീ മറന്നോ? അതേ നിയമത്തെയും പോലീസിനെയും കോടതിയും ഒക്കെയാണോ നീ വിശ്വസിക്കാൻ പോകുന്നത്? ശങ്കരേട്ടനെ കൊന്ന പോലീസുകാരോട് വെറുപ്പ് മാത്രം തോന്നിയിരുന്ന നീ ഇത്രത്തോളം മാറിയതെങ്ങനെയാന്ന് എനിക്കറിയില്ല. നീ ഇത്രത്തോളം മാറിയത് മഞ്ജുവിന് വേണ്ടിയല്ലേ? എന്നിട്ടിപ്പോ അവള് പോലും നിന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ? നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്നെ തഴഞ്ഞതു മുതല് നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്ന് കാലം തന്നെ തെളിയിക്കും.
എന്താ ഡാഡി ഈ വഴിക്കൊക്കെ? ഗിരിയെ കാണാൻ വന്നാണോ? അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന. ഈ രാത്രിയിൽ നീ ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്ന കാണുമ്പോൾ നീ ഇവിടെ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലുള്ളവര് നിന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇത് തുറന്ന് സമ്മതിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത്രേ ഉള്ളൂ. ഞങ്ങളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാം. ഞങ്ങളോ? ഞാനും സ്വപ്നയും ഞങ്ങളുടെ കുഞ്ഞും. ഞാൻ തിരിച്ചു വിളിച്ചത് നിന്നെ മാത്രോ? അങ്ങനെ തനിച്ച് ജീവിക്കാനായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ ഡാഡി പറയുന്നത് കേട്ട് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എന്തിനാ സ്വപ്നയെ കല്യാണം കഴിച്ചത്? എനിക്ക് അവളെ കൈ ഒഴിയാൻ സാധിക്കില്ല. നീ കാണിക്കുന്നത് എത്ര വലിയ മണ്ടത്തരമെന്ന് നിനക്കറിയില്ല. നിനക്കിവിടെ കോടതിയിൽ എത്ര കേസുണ്ടെന്നറിയാമോ? അതിലേതെങ്കിലും ഒന്നില് നമ്മുടെ വക്കീല് ഹാജരായില്ലെങ്കിൽ നീ അകത്തായി പോവും. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ. ഞാൻ പറയുന്നത് കേൾക്കാതെ നടക്കുന്ന നിനക്ക് വേണ്ടി ഞാനെന്തിനാ വക്കീലിനെ വെച്ച് കേസ് നടത്തുന്നത് എന്ന് ഞാൻ ചിന്തിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയാമോ? അങ്ങനെ നമ്മൾ പരസ്പരം ഭീഷണിപ്പെടുത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ശങ്കരനെ കൊന്നത് ആരാണെന്ന് ഈ വീട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല. അത് ഡാഡിയാണെന്ന് എല്ലാവരും അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗിരി ഉറപ്പായിട്ടും ഡാഡിയെ കൊല്ലും. അതിനു മുമ്പ് ശാലിനിയും ഡാഡിയുടെ മുന്നിൽ വെച്ച് കൊല്ലുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഗിരി എന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ച നീ വതിപ്പെടൂടാ മണ്ട. അത് ശരിയാ. പക്ഷേ എന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോ ഗിരിയുടെ കുടുംബത്തിന്റെയും ഭാഗമാണ്. സ്വപ്നയുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാ. അങ്ങനെ ഇരിക്കെ സ്വന്തം പെങ്ങളെ വിധവയാക്കാൻ ഗിരി തയ്യാറാവില്ല. അതുകൊണ്ട് ഞാൻ സേഫാ. നിനക്ക് സ്വന്തം അച്ഛനെ ഭീഷണിപ്പെടുത്താൻ നാണമില്ലേ? അപ്പൊ ഡാഡി എന്നെ ഭീഷണിപ്പെടുത്തിയതോ? ഇതെന്താ, എനിക്കൊരു നിയമവും ഡാഡിക്ക് വേറൊരു നിയമവും? നമ്മൾ ഇങ്ങനെ ഒരു പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മൾ രണ്ടുപേർക്കും നല്ലത്. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ ഈ വീട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ച ചിലപ്പോ അറിയാതെ എല്ലാ സത്യങ്ങളും പറഞ്ഞു പോയിന്ന് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ സ്വപ്നയും അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. ചായ കഴിക്കടാടി. മരുമോള് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ. താങ്ക്സ്. ഗോപാൽജി നമ്മളെ തിരിച്ചു വിളിക്കാൻ വന്നതാണോ? കാര്യങ്ങൾ അവിടെ വരെ എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് കൂടുതൽ പ്രതീക്ഷ തോന്നുന്നുണ്ട്. അതെ, എന്നോട് താങ്ക്സ് എന്ന് പറഞ്ഞു. വൈകാതെ നമുക്ക് ആ വീട്ടിൽ കയറാൻ പറ്റുന്ന എന്റെ മനസ്സ് പറയുന്നത്.